സംസ്ഥാനത്ത് കൊല്ലം ഒഴികെയുള്ള എല്ലാ നഗരസഭകളിലും ഇടത് വലത് മുന്നണികളെ അലട്ടി വിമതശല്യം. തൃശൂർ കോർപ്പറേഷനിൽ പ്രധാന മുന്നണികൾക്കെല്ലാം വിമത ഭീഷണി നേരിടുന്നുണ്ട്. തിരുവനന്തപുരത്ത് LDF, UDF മുന്നണികളുടെ വിമതശല്യം പരിഹരിക്കാൻ പോലുമാകുന്നില്ല. സംസ്ഥാനത്തെ 6 നഗരസഭകളിൽ 5 ഇരു മുന്നണികൾക്കും ഭീഷണി ഉയർത്തി വിമതർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞിട്ടും എല്ലാവരെയും പിന്മാറ്റാൻ സാധിച്ചിട്ടില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ UDFന് 7, LDFന് 5 വിമതശല്യമുണ്ട്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് CPMന്റെ വിമതർ മത്സരിക്കുന്നത്. ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ടുകടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിലാണ് UDF വിമതർ മത്സരരംഗത്തുള്ളത്. പൗണ്ടുകടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 8 UDFന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഇതിൽ ഒരാൾ മുസ്ലിം ലീഗിന്റെ വിമതയാണ്. തൃശൂർ കോർപ്പറേഷനിൽ 10 വിമത സാന്നിധ്യം. UDFനെതിരെ 6 വിമതർ മത്സരിക്കുമ്പോൾ LDFനെതിരെ 4 വിമതൻ മത്സരിക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് 2 വാർഡുകളിൽ വിമതരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കും വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റിക്കും കണ്ണൂർ നഗരസഭയിലെ ആദി കടലായി വാർഡിൽ വിമതനുണ്ട്. കൊല്ലം നഗരസഭയിൽ മാത്രമാണ് വിമത സാന്നിധ്യമില്ലാത്തത്. കൊല്ലത്ത് UDFന് വിമത ഭീഷണി ഉണ്ടായിരുന്നുവെങ്കിലും ചർച്ചയിലൂടെ ഇത് പരിഹരിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.